വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 കുറച്ച് പോർഷൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഇൻ വർക്ക് എൻവയോൺമെൻറ്റ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് പേഴ്സണൽ സേഫ്റ്റി അറ്റ് വർക്കാണ്. നമ്മുടെ വർക്കിലുള്ള ആ ഒരു പേഴ്സണൽ സേഫ്റ്റിയുടെ കാര്യമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നോർമലി നമ്മൾ പേഴ്സണൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്ന അവെയർനെസ്, അത് നമ്മുടെ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ത്രെഡ്സ് അല്ലെങ്കിൽ റിസ്ക് അതിനെക്കുറിച്ച് ഉള്ള അവെയർനെസ്. അതുപോലെ തന്നെ എംപ്ലോയി സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഇത് രണ്ടും പേഴ്സണൽ സേഫ്റ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ആക്സിഡൻസിൻ്റെ ആ ഒരു റിസ്ക് അത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജോബിൽ കൂടുതൽ സേഫായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. മാനേജിങ് വർക്ക് പ്ലേസ് റിസ്ക് ഹെൽപ്സ് മേക്ക് യു സേഫർ ഓൺ ദി ജോബ്. നെക്സ്റ്റ് എംപ്ലോയർ കൺസിഡറേഷൻ ആണ്. ഈ എംപ്ലോയീസ് മേ ഹാവ് പ്രയോറിറ്റീസ് ബിസൈഡ് പേഴ്സണൽ സേഫ്റ്റി ഇൻക്ലൂഡിംഗ് പ്രിവെൻറ്റിംഗ് ഷോപ്പ് ലിഫ്റ്റിംഗ്, പ്രിവെൻറ്റിംഗ് ഫ്രോഡ് അഗൈൻസ്റ്റ് ദി കമ്പനി ആൻഡ് കൺട്രോളിംഗ് ഓപ്പറേഷണൽ കോസ്റ്റ്. എന്താണ് PPE എന്ന് നോക്കാം. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് means any devices or appliances designed to be worn or held by an individual for protection against one or more health and safety hazards. The PPE's examples are safety gloves, face shield, protective clothing, protective footwear, helmets and protective clothing, etc. PPE protect against physical hazards, electrical hazards, heat, chemical, biohazards, എയർബോൺ പെർട്ടിക്കുലേറ്റ് മാറ്റർ. ഇതിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നുണ്ട്. ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, ചിലപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് മേളിൽ ഇപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോൾ അതിൻ്റെ ടൂൾ വന്ന് നമ്മുടെ കയ്യിലോ തലയിലോ ഒക്കെ വീഴുക എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഹസാർഡേഴ്സ് ആണ്. അപ്പോൾ അത് തടയാനായിട്ട് നമുക്ക് PPE യൂസ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ സേഫ്റ്റി ഹെൽമെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അത് വന്ന് വീണാലും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരത്തില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കാലിലോ കയ്യിലോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എടുത്താൽ മതിയാവും. സോ സേഫ്റ്റി ഷൂസ്, ഹെൽമെറ്റ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് എക്സാമ്പിളായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഫിസിക്കൽ ഹസാർഡേഴ്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഹസാർഡേഴ്സ് ആണ്. അപ്പോൾ ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോക്ക് ഏൽക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ആർക്ക് വെൽഡൊക്കെ ചെയ്യത്തില്ല, അപ്പോൾ ഈ ആർക്ക് ഫ്ലാഷൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആക്സിഡൻസ് നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അത് നമ്മൾ ആ റേസ് കറക്റ്റായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബർ ഗ്ലൗസേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ബൂട്ട്സൊക്കെ നമ്മൾ മെഷേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്. PPE ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഹീറ്റാണ്. ഹീറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ഈ ടെമ്പറേച്ചറൊക്കെ കൂടുന്ന സമയത്ത് നമുക്ക് ബോഡിയിലൊക്കെ ചിലപ്പോൾ പൊള്ളലേക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ വെൽഡിങ് ഹെൽമെറ്റോ ഫയർ റെസിസ്റ്റൻസ് സ്യൂട്ടോ ആപ്രോൺസോ ഒക്കെ യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഇപ്പം ആസിഡ് ബേസ് ചെയ്ത് ഏതെങ്കിലും സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് കണ്ണിലോ അല്ലെങ്കിൽ ദേഹത്തൊക്കെ തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ആക്സിഡൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയും PPE യൂസ് ചെയ്യാറുണ്ട്. അവിടെ നോർമലി കെമിക്കൽ സേഫ്റ്റി ഗോഗിൾസ് അല്ലെങ്കിൽ നൈട്രൽ ഗ്ലൗസ് അല്ലെങ്കിൽ കെമിക്കൽ ആപ്രോൺസ് ഒക്കെ നമ്മളവിടെ യൂസ് ചെയ്യാറുണ്ട്. ബയോ ഹസാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വൈറസ്, ബാക്ടീരിയ അതുപോലെയുള്ള സംഭവങ്ങളുണ്ട്, ചിലപ്പോൾ നമുക്ക് ഡിസീസസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ആ രീതിയിലുള്ള PPE കിറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മെഡിക്കൽ ഗ്ലൗസ്, ഫേസ് ഷീൽഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്തിരുന്ന കാര്യം കൂടെയാണ്. അപ്പോൾ റീസെൻ്റ്ലി ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. ദെൻ എയർബോൺ പെർട്ടിക്കുലർ മാറ്റർ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാറ്റിലൂടെയൊക്കെ പറന്നു പോകുന്ന പൊടിപടലങ്ങളില്ലേ അല്ലെങ്കിൽ സൂക്ഷ്മകണികളില്ലേ, അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. സോ അത് തടയാനായിട്ട് ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ സിമൻറ്റ്, മണ്ണ്, ഇതിലൊക്കെയുള്ള പൊടികളില്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ അതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ്ക്സ് വിയർ ചെയ്യാൻ പറ്റും. അതൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. കാരണം ഇതൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആകുമ്പോൾ ഇടയ്ക്കൊന്നും ഉള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ഇത് ബേസ് ചെയ്ത് കണ്ടിന്യൂസ് ഈ ജോലി ചെയ്യുന്ന സമയത്ത് റെസ്പിറേറ്ററി ഡിസീസസിനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി, മാസ്ക് യൂസ് ചെയ്താൽ മതി. ഇതാണ് ഇതിനൊരു എക്സാമ്പിൾ. Then types of protective equipments: protective clothing, pads, guards, shield, mask, PPE suits, similar in appearance to clean room suits.
അതുപോലെ തന്നെ PPE യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സിഡൻറ്റിൻ്റെ റിസ്ക്, ഹസാർഡ്സ് ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ യൂസ്ഡ് വാൻ എഞ്ചിനീയറിംഗ് കൺട്രോൾ ആർ നോട്ട് ഫീസിബിൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആർ നോട്ട് എഫക്റ്റീവ്, റിക്വയർഡ് വെനെവർ ഹസാർഡ്സ് പ്രസൻറ്റ്. Limitations of PPE does not eliminate hazards at the source. Employees may still be exposed if PPE fails. ഇതിൽ വേറെ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തേതെന്ന് പറയുമ്പം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ആക്സിഡൻസിൻ്റെ ഫുൾ കാര്യം നമുക്ക് അവിടെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹെൽമെറ്റ്സ് നമ്മൾ ധരിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ കല്ലിപ്പം മേളിൽ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ട് എങ്കിൽ അത് വീഴാതിരിക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ അതാണ് ഡസ് നോട്ട് എലിമിനേറ്റ് ഹസാർഡ്സ് അറ്റ് ദ സോഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഈ PPE കറക്റ്റായിട്ട് ഉള്ളതല്ല, ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ട്, പ്രോപ്പറായിട്ട് അത് സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ബേസ് ചെയ്തിട്ട് ഈ എംപ്ലോയീസിന് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊരു മെയിൻ ലിമിറ്റേഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. The next term, categories of PPE. There are two types of PPE, simple personal protective equipment and complex personal protective equipment. Simple personal protective equipment, its basic design model and protect against lower risk hazards. The users is aware of the hazards, can see the risk gradually increasing, can assess the situation, can safely identify the needs for PPE to be worn. സിമ്പിൾ PPE എന്ന് പറയുമ്പം നോർമലി നമുക്ക് കറക്റ്റ് രീതിയിൽ ഡിസൈൻ ചെയ്താൽ മതിയാവും. അങ്ങനെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ആക്സിഡൻസ് ചാൻസസ് വളരെ കുറവുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ സിമ്പിൾ PPE യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ റിസ്ക് ഹസാർഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഈ PPE നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു അവയർനെസ്സും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ റിസ്ക് എങ്ങനെയൊക്കെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നു ആ ഒരു ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളും ഒക്കെ ഒരു അവയർനെസ് യഥാർത്ഥത്തിൽ ഇതിലുണ്ടാവണം. അപ്പോൾ ചെറിയൊരു മെയിനായിട്ട് പറഞ്ഞാൽ ഇത് ലോ റിസ്ക് ഉള്ള സ്ഥലത്ത് മാത്രമാണ് നമ്മൾ സിമ്പിൾ PPE യൂസ് ചെയ്യുന്നത്. അതേസമയം അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് ഉള്ള ഏരിയ ആണ്, ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ കോംപ്ലക്സ് PPE ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഒരു ടെക്നിക്കൽ ഡിസൈൻസും കാര്യങ്ങളും അതിന് ഉണ്ടായിരിക്കും. ആൻഡ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഫാറ്റൽ ഓർ സീരിയസ് റിസ്ക്സ്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഡെത്തൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ള ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ കോംപ്ലക്സ് PPE നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നതിന് മുമ്പ് ചിലപ്പോൾ നമുക്ക് ഒട്ടും തന്നെ അതിന് ഒരു വാർണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടണമെന്നില്ല. കാരണം നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ലായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്സിഡൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്സിഡൻറ്റ്സ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ കോംപ്ലക്സ് PPE യൂസ് ചെയ്യുന്നത്. Importance of PPE. Role of PPE. About 0 to 40% of total accidents can be prevented or controlled by the proper use of PPE. PPE provides protection against toxic exposure, oxygen deficiency, dust, chemical splashes, stream, water and liquids, flying particles. PPE provides protection from hot substances, radiation, sharp edges, welding, cutting and grinding, striking against and stepping over objects, glare, personal falls, injury due to falling bodies, noise, scrap cleaning, material handling, opening of pipelines. The main benefits of PPE: avoid contact with dangerous substances, noise, vibration, radiation, and protect from atmospheric contaminants. And providing suitable PPE is both a legal duty, a moral duty, etc. And next one, RPE. RPE means respiratory protective equipment. ഈ റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിന് ഒരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാസ്ക്. നമ്മൾ വർക്ക് പ്ലേസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ പൊടി അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് എങ്കിൽ നമ്മളവിടെ പ്രൊട്ടക്റ്റീവ് മെഷറായിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആയിട്ട് മാസ്ക് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാസ്ക് യൂസ് ചെയ്തില്ല എങ്കിൽ അത് ഫ്യൂച്ചറിൽ ആ ഒരു ലേബറിന് ഡിസീസസ് ഉണ്ടാവാനുള്ള ലങ് ഡിസീസസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. So respiratory protective equipment is a type of personal protective equipment used to protect the individual wear against the inhalations of hazardous substances in workplace air. Employees are required to first attempt to eliminate the hazards at the source, and respiratory protective equipment should only be used after all other reasonably practical control measures have been taken. PPE is considered a last resort. നോർമലി നമ്മൾ ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസീസസ് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട്
ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ലേബേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് നോക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫാക്ടറി എടുക്കുക അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ എടുക്കുക, അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഈ പോയിസണായിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് അതിൽ നിന്ന് ആ ഒരു ഇൻഡസ്ട്രീസിൽ നിന്ന് കെമിക്കൽ ബേസിസിൽ വരുന്നുണ്ട് എങ്കിൽ അത് എന്തെങ്കിലും ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്തിട്ട് ആ ഒരു ടോക്സിസിറ്റി കുറയ്ക്കാനായിട്ട് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ എന്ന് വെച്ചാൽ ഒരു പ്രായോഗികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ജസ്റ്റ് മാസ്ക് വെയർ ചെയ്യുക എന്നുള്ളത്. അല്ലാതെ മാസ്ക് വെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷനൊന്നും കിട്ടുമെന്ന് വിചാരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉണ്ടാവുന്ന ഫാക്ടറീസ് ആണ് എങ്കിൽ അവിടെ ഉറപ്പായിട്ട് മാസ്ക് മാത്രം വെച്ചിട്ട് കാര്യമല്ല, അവിടെ ഒരു എക്സോസ്റ്റോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു വെന്റിലേഷനോ കൂടെ പ്രൊവൈഡ് ചെയ്താൽ അത് ഓക്കെ ആയിരിക്കും. അല്ലാതെ മാസ്ക് മാത്രം വെച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഡിസീസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നൊന്നുമില്ല. പിന്നെ നമുക്ക് നോർമലി നമ്മൾ ചെയ്യേണ്ട എല്ലാം ചെയ്തിട്ട് ഈ മാസ്ക് കൂടെ വയ്ക്കുമ്പോൾ അത് ഒരു കംഫർട്ട് സോൺ ആയിരിക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ RPE നോർമലി പറയുന്നത്. അതുപോലെ ഈ RPEക്ക് ലിമിറ്റേഷൻസും ഉണ്ട്. PPE only protect individual workers. It is prone to failure or misuse. Wearing the wrong RPE may give employees a false sense of security. RPE that is not worn or selected appropriately is totally ineffective and may give the user in a false sense of protection. The main type of respiratory protective equipment: respirator and breathing apparatus. And the respirator means uses filter to remove contaminants from workplace air. And the type of respirators are non-powered respirators. The examples are disposable filtering half mask, full face masks. And second one, powered respirators. And the example, half mask, full mask, helmets, hoods, visors. സിമ്പിളാണ്, വേറൊന്നുമില്ല. റെസ്പിറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി നമ്മുടെ വർക്ക് പ്ലേസിലുള്ള ആ ഒരു എയറിൽ നിന്നുള്ള കണ്ടാമിനൻസ് എന്ന് പറയുമ്പോൾ നോർമലി ആ ഫിൽറ്ററുകൾ യൂസ് ചെയ്ത് നമ്മൾ നീക്കം ചെയ്യും. മറ്റത് അങ്ങനെയല്ല. അതേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. And the breathing apparatus requires a supply of breathing quality air from an independent source. Air source example, air cylinder, air compressor. And the non-respiratory personal protective equipment. There are many different types of PPE for the body. And the type of PPE used depend on the job types. Eye protections, head protection, ear protection, fruit protection, hand and arm protection, body protection, fall protection, skin protections. ഐ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻ എക്സാമ്പിളായിട്ട് നമുക്ക് വെൽഡ് ചെയ്യുന്നതൊക്കെ പറയാൻ പറ്റും. വെൽഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കൂടുതലായിട്ട് ഐ പ്രൊട്ടക്ഷനാണ് അവിടെ നമ്മൾ നോക്കുന്നത്. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ ഐ പ്രൊട്ടക്ഷനായിട്ട് പറയുന്നത്. പ്രൊട്ടക്ട് the mucous membrane of the eyes, reduces the risk of foreign objects entering and damaging the eyes. Needed when work present the potential for eye injury from physical agents, chemical agents, radiation agents. Normally, three main types of eye protection: safety glass, goggles, and face shield and visors. ഇതിൽ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിഗർ കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ ഒരു ഫിഗർ കിട്ടും. വേറെ ഒന്നുമല്ല, സേഫ്റ്റി ഗ്ലാസസിൻ്റെയോ അല്ലെങ്കിൽ ഫേസ് ഷീൽഡിൻ്റെയൊക്കെ ഫിഗർ കിട്ടുന്നതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഡ്രോ ചെയ്താൽ മതിയാവും. സേഫ്റ്റി ഗ്ലാസ് മീൻസ് ഇറ്റ്സ് effective for flying objects heading and straight towards the face and not effective for vapors and dust that can enter the eyes. And goggles means effective at protecting the eyes from all angles. The rim is in contact with the face. And the face shield and visors can be worn with the prescription glasses underneath, help to protect the whole face. Head protection എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്, ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഹെഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഹെൽമെറ്റ് വയ്ക്കുന്ന സമയത്ത് ഹെഡിൽ പറ്റുന്ന ഇൻഷുറീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഇപ്പോൾ ഒരു ടൂൾ വന്ന് വീഴുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആക്കം നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഈ ഒരു ഇതിൽ നമ്മുടെ ഫിസിക്കൽ ഹസാർഡേഴ്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് മെയിനായിട്ട് ഹെഡ് പ്രൊട്ടക്ഷനിൽ അവർ പറയുന്നത്. ക്യാൻ ഓൾസോ പ്രൊട്ടക്ട് അതർ പാർട്സ് ഓഫ് ദ അപ്പർ ബോഡി സച്ച് ആസ് നെക്ക്, ഹെയർ, നോസ്, ഇയേഴ്സ്. And there are two main types of head protections used in the workplace: industry safety helmets and bump capes. Industrial safety helmets protect the head from falling objects used in tree felling, building and construction, blasting at quarry. And bump caps means protect the head from being bumped
and useful for maintenance, personnel working under machinery, plumbers working under pipework, do not provide adequate protection from falling objects. നോർമലി നമ്മൾ ബം ക്യാപ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും മെഷീൻ്റെ അടിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പൈപ്പുകൾക്കടിയിൽ ജോലി ചെയ്യുന്ന പ്ലംബർമാർ, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളിപ്പം മുകളിൽ നിന്ന് ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ താഴോട്ടേക്ക് വീഴാൻ ചാൻസസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ബം ക്യാപ്സ് യൂസ് ചെയ്യാറുണ്ട്. And then firefighter helmets, similar to industrial safety helmet, cover more of the heads, provide greater protection against impact, heat, flames. And then types of head protections. Head protection type എന്ന് പറയുമ്പം ക്ലാസ് എ ഹാർഡ് ഹാറ്റ്സ്, ക്ലാസ് ബി ഹാർഡ് ഹാറ്റ്സ് ആൻഡ് ക്ലാസ് സി ഹാർഡ്സ്, ബം ഹാറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി. ഓക്കെ, ക്ലാസ് എ മീൻസ് ക്ലാസ് എ ഹാർഡ് ഹാറ്റ്സ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഈ പെനിട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ആ ഒരു ഇമ്പാക്റ്റ്, അതുപോലെ പെനിട്രേഷൻ റെസിസ്റ്റൻസ്, ഇതാണ് ഒരു ലിമിറ്റഡ് വോൾട്ടേജ് പ്രൊട്ടക്ഷനാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും അവിടെ നമ്മൾ ആ ഒരു ക്ലാസ് എ ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ക്ലാസ് ബി ടൈപ്പിലോട്ട് വന്നാൽ അവിടെ ഈ വോൾട്ടേജിന് മറ്റേ നമ്മൾ ക്ലാസ് എ പറഞ്ഞപ്പോഴത്തേക്കും ലിമിറ്റഡ് വോൾട്ടേജിലെന്നുള്ള ആ ഒരു പെനിട്രേഷനും ഇമ്പാക്റ്റും ആണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തത്. ക്ലാസ് ബി വരുമ്പോഴത്തേക്കും 20,000 വരെയുള്ള വോൾട്ട്സിലുള്ള അതിൽ നിന്ന് ഏൽക്കുന്ന ആ ഒരു ഷോക്കും കാര്യങ്ങളും, അതുപോലെ അത് ആ ഷോക്ക് ഇപ്പം എക്സാമ്പിളായിട്ട് ഷോക്ക് അടിച്ച് തെറിച്ച് വീഴുന്ന സമയത്ത് എന്തെങ്കിലും പെനിട്രേറ്റ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്കാണ് ക്ലാസ് ബി ഹാർഡ് ഹാറ്റ്സ് നമ്മൾ നോർമലി പറയുന്നത്. ക്ലാസ് സി ഹാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഹാർഡ് ഹാറ്റ്സ് എന്ന് പറയുന്നത് മോളി പറഞ്ഞ രണ്ടും പോലെയല്ല, നമ്മുടെ ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടാവുന്ന ആക്സിഡൻസിന് അങ്ങനെ അധികം കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ തന്നെ നമ്മുടെ ക്ലാസ് സിക്ക് പറ്റില്ല. കാരണം ലൈറ്റ് വെയ്റ്റ് ഒരു കംഫർട്ട് സോണാണ് ക്ലാസ് സി ഹാർഡ് എന്ന് പറയുന്നത്. ദെൻ ബം ഹാറ്റ്സ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ആ ഹെഡ് ഇടിക്കാൻ ചാൻസ് ഉള്ള സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ ഒരു ഉയരം കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മളിന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ ബം ഹാറ്റ്സ് നോർമലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞതൊന്നും തന്നെ ദീസ് ആർ നോട്ട് ഡിസൈൻ ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഫാളിങ് ഓർ ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ആൻഡ് ആർ നോട്ട് ANSI അപ്രൂവ്ഡ്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ മുകളിലൊന്ന് മീൻസ് മുകളിൽ നിന്നൊരു സാധനം വന്ന് താഴെ വീഴുന്നു, അപ്പോൾ താഴെ വീഴുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് മുകളിൽ പറഞ്ഞ ഒന്നിനെയും തന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഫോൾ ചെയ്ത് വീഴുന്നു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഫ്ലൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഒരു പ്രൊട്ടക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അത് അല്ല, ANSI അത് അപ്രൂവ് ചെയ്തിട്ടില്ല. ദെൻ തേർഡ് വൺ ഇയർ പ്രൊട്ടക്ഷൻ ആണ്. ഇയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് നോയിസ് ലെവലിലൊക്കെ വേരിയേഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിയറിംഗ് ലോസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 85 dB മുകളിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അത് കണ്ടിന്യൂസ് ആകുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് നോയിസിൻ്റെ പ്രശ്നം നമുക്ക് ഹിയറിംഗ് ലോസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. So hearing protection is required at 90 dB. Implement an effective hearing conservation program. And the types of ear protections. There are 3 main types of ear protection: ear defenders, ear plugs, canal caps. Then foot protection. Foot protections means it's mainly 2 types: safety boots and shoes and Wellington boots. Safety boots and shoes means it's provide slip resistance soles, penetration resistance mid-soles, protective top caps. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ നിങ്ങളുടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും, അതാണ് വായിച്ചു പോകുന്നത്. ആൻഡ് വെല്ലിംഗ്ടൺസ് ബൂട്ട്സ് suitable for people working in wet conditions, normally made from rubber, provide slip resistance soles, penetration resistance mid-soles, protective toe caps. നോർമലി ഫുഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക് പ്ലേസസിൽ ഇപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസ് നമ്മുടെ ആ ഫുഡിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റുമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഫുഡ് പ്രൊട്ടക്ഷൻസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ടോ ആൻഡ് ഫുഡ് ഇഞ്ചുറീസ് അക്കൗണ്ട്സ് ഫോർ 5% ഓഫ് ഓൾ ഡിസേബിളിംഗ് വർക്ക് പ്ലേസ് ഇഞ്ചുറീസ്. വർക്കേഴ്സ് നോട്ട് വിയറിംഗ് സേഫ്റ്റി ഷൂസ് ഹാവിംഗ് 75% ഓഫ് ഓൾ ഓക്കുപേഷണൽ ഫുഡ് ഇഞ്ചുറീസ്. Situations requiring protections. Heavy objects such as barrels or tools may roll or fall on heat. നമ്മുടെ ഫീറ്റിൽ ഇപ്പോൾ ബാരൽസോ ടൂൾസോ ഒക്കെ ഉരുണ്ട് വന്ന് നമ്മുടെ കാലിലോട്ട് വീഴാൻ സാധ്യതയുള്ളതിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഷാർപ്പ് ഒബ്ജക്ട്സ് സച്ച് എസ് നെയിൽസ് ഓർ സ്പൈക്സ് ക്യാൻ പിയേഴ്സ് ഓർഡിനറി ഷൂസ്. എന്തെങ്കിലും നമ്മൾ ആണി പോലത്തെ സാധനങ്ങളൊക്കെ കുത്തിക്കയറാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലും നമ്മൾ ഷൂസ് വിയർ ചെയ്യാറുണ്ട്, സേഫ്റ്റി ഷൂസ്. ആൻഡ് എക്സ്പോഷർ ടു മോൾട്ടൺ മെറ്റൽസ് ദാറ്റ് മേ സ്പ്ലാഷ് ഓൺ ഫീറ്റ് ഓർ ലെഗ്സ്. ഈ മോൾട്ടൺ മെറ്റൽസ് ഒക്കെ നമ്മുടെ കാലിൽ ചിലപ്പോൾ തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉള്ള സ്ഥലങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വർക്കിംഗ് ഓൺ ഓർ അറൗണ്ട് ഹോട്ട് ആൻഡ് വെറ്റ് ഓർ സ്ലിപ്പറി സർഫസ് ആണെങ്കിലും യൂസ് ചെയ്യാറുണ്ട്.
വർക്കിംഗ് വെയർ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ആർ പ്രസൻറ്റ്. ഇലക്ട്രിക്കൽ ബേസിസിൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളിടത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് വെൻ ഫുഡ് ആൻഡ് ലെഗ് പ്രൊട്ടക്ഷൻസ് ഈസ് റിക്വയർഡ്. ഓക്കെ, foot and leg protection choices means leggings protect the lower legs and feet from heat hazards, protect against molten metal and welding sparks, safety snaps allow quick removal, and metatarsal guards protect the insteps area from impact and compression, made of alumina, steels, fibers or plastic, may be strapped to the outside of shoes. നോർമലി നമ്മൾ പറയുന്നത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പ്രൊട്ടക്ട് ദ ലോവർ ലെഗ്സ് ആൻഡ് ഫീറ്റ് ഫ്രം ഹീറ്റ് ഹസാർഡ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഈ കാൽമുട്ടിന് താഴോട്ടുള്ള ഭാഗത്തൊക്കെ, അതും പാദങ്ങളിൽ ആ ഒരു പോർഷനിലൊക്കെ ഇപ്പം ഹോട്ടായിട്ടുള്ള എന്തെങ്കിലും എന്ന് വെച്ചാൽ ചൂട് കാരണം അല്ലെങ്കിൽ ചൂടിൽ നിന്നുള്ള എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പം മോൾട്ടൺ മെറ്റലോ അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ സ്പാർക്കോ ഒക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം. ഇതേ സംഭവം നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് അവർ പറയുന്നത്. തേർഡ് പോയിന്റിലെന്ന് പറയുമ്പോൾ അതിൽ നോർമലി ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് വരികയാണെന്നിരിക്കുക, ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ആ കാലിൽ കിടക്കുന്ന ഷൂ അഴിച്ചു മാറ്റത്തക്ക രീതിയിൽ ആയിരിക്കണം, എന്നുവെച്ചാൽ സേഫ്റ്റി സ്നാപ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ രണ്ടാമത്തേതെന്ന് പറയുമ്പം മെറ്റാറ്റാർസൽ ഗാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാദത്തിന്, നമ്മുടെ ഈ ഒരു പാദത്തിൽ തന്നെ ഫ്രണ്ട് പോർഷനിൽ കൂടുതൽ കംപ്രഷൻ വരാണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അലുമിനിയോ, സ്റ്റീലോ, ഫൈബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്നിവ കൊണ്ടായിരിക്കും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ ഷൂസിന് പുറത്തായിട്ട് തന്നെ ഒരു ബെൽറ്റ് യൂസ് ചെയ്ത് കെട്ടിവെക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സ്ട്രാപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടെ കൊടുത്തിട്ടുണ്ടാവും. ദ അഡീഷണൽ ഫുട്ട് ആൻഡ് ലെഗ് പ്രൊട്ടക്ഷൻസ് ടോ ഗാർഡ്സ് ഫിറ്റ് ഓവർ റെഗുലർ shoes, protect toes from impact and compressions, made of steel, aluminum or plastic. Combination foot and shin guards, shin guards protect the lower legs and feet, may be used with toe guards when greater protection is needed. Safety shoes. What is the features of safety shoes? First one, impact resistant toes, and second, heat resistant soles, protect against hot work surfaces. Metal insoles protect against puncture wounds. Wounds means മുറിവെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സെയിം പോയിന്റ്സ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് പറഞ്ഞു വരുന്നത്. ആൻഡ് നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ, ഹാൻഡ് ആൻഡ് ആം പ്രൊട്ടക്ഷൻ. ഹാൻഡ് ആൻഡ് ഫിംഗേഴ്സ് ഇഞ്ചുറീസ് account for 80% of all disabling injuries, account for about 25% of all industries workplace accidents. The main example of hand and arm protection is gloves. Next is skin protection. Skin protection means three main types of whole body skin protection: separators, aprons, overall, cover all body suits, boiler suits and chemical suits. And seventh one, high visibility clothing. This is required to protect the body against certain hazards such as moving vehicles. The main types are jackets, tops, trousers, vests. നോർമലി നമുക്ക് ഇപ്പം ബോഡിക്ക് എന്തെങ്കിലും ആക്സിഡൻസ് പറ്റാൻ ചാൻസ് ഉള്ള സാഹചര്യത്തിലാണ് നോർമലി ഈ പറയുന്നതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്ലോത്തിങ് ബേസിസിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മൂവ് ചെയ്യുന്ന വെഹിക്കിൾസിൽ നിന്നൊക്കെ ആക്സിഡൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്സിഡൻ്റ് ആയിരിക്കും പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ജാക്കറ്റ്സ് ആയാലും ടോപ്സ്, ട്രൗസേഴ്സ്, വെസ്റ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഹൈ വിസിബിലിറ്റി ക്ലോത്തിങ് ആണ്. ദെൻ fall protection system used by individual when working at a height. The user can wear a harness. And there are two main types of fall protection systems: work restraint system and work positioning system. വർക്ക് റീസ്ട്രെയിൻഡ് സിസ്റ്റം എന്ന് പറയുമ്പം ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡൻസ് ഫോളോ ആവാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീഴാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും ആക്സിഡൻസ് സോൺസ് ഉണ്ടെങ്കിൽ ആ സോൺസിലോട്ട് ഒരാൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എന്നുവെച്ചാൽ നമ്മളത് തടയുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വർക്ക് റീസ്ട്രെയിൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി വർക്ക് പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ വർക്ക് റീസ്ട്രെയിൻഡ് സിസ്റ്റത്തിന് ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് നമ്മൾ വർക്ക് പൊസിഷനിങ് സിസ്റ്റവും പറയുന്നത്. യൂസേഴ്സിന് നോർമലി രണ്ട് ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ബാക്കപ്പ് സിസ്റ്റം എന്തായാലും അത് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ബാക്കപ്പ് സിസ്റ്റം ഓൾവേസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് മെയിനായിട്ട് വർക്ക് പൊസിഷൻ സിസ്റ്റത്തിൽ പറയുന്നത്. ദെൻ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ്. 29 CFR Part 19 turns up Part 1 General Industries.
ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഇട്ടേക്കാം, ഒന്ന് വായിച്ചു വെച്ചേക്കാം. ആൻഡ് സബ്പാർട്ട് 1 മാരിടൈംസ് ആൻഡ് മറൈൻ ടെർമിനൽസ് ലോങ് ഷോറിംഗ് കൺസ്ട്രക്ഷൻസ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും.